മൈക്രോ ഗ്രീൻ ഉപ്പേരി എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഗ്രാം വെച്ച ചെറുപയർ വെള്ളമൊക്കെ മാറ്റിയെടുക്കുക. വെള്ളം ഊറ്റി കളഞ്ഞതിന് ശേഷം നേരിയ കോട്ടൺ തുണി വിരിക്കുക. അതിനുശേഷം ചെറുപയർ ഇങ്ങനെ വിതറി കൊടുക്കുക. ഇതേപോലെ നിരത്തി കൊടുക്കുക. ഇത് മുളയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു നനഞ്ഞ തുണി മുകളിൽ ഇട്ട് കൊടുക്കുക. ചെറുപയർ മുളയ്ക്കാനായിട്ട് ഒരു തുണി കൊണ്ട്, നനഞ്ഞ തുണി കൊണ്ട് കവർ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 3 ട്രേകളിലായിട്ട് മുളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ചെറുപയർ. ചെറുപയറൊക്കെ മുള വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ മുകളത്തെ തുണി എടുത്ത് മാറ്റാം. ഇനി ഇത് ഒന്ന് നന്നായിട്ട് കവർ ചെയ്ത് വെക്കുക ഈ തുണി വെച്ചിട്ട്. എന്നിട്ട് നല്ല നനച്ച് കൊടുക്കണം, ഡ്രൈ ആവാനേ പാടില്ല ഈ തുണി. വെള്ളം ഇങ്ങനെ തളിച്ച് കൊടുക്കുക. ചെറുപയറൊക്കെ നന്നായിട്ട് മുളച്ചു. അത് മുകളിലിട്ട തുണി മാറ്റി കഴിഞ്ഞിട്ട് നമുക്കിതിനി അടച്ച് വെക്കേണ്ട, തുറന്ന് വയ്ക്കുക. ഇങ്ങനെ ജനലിൻ്റെ അവിടെയൊക്കെ വെച്ചിട്ട് നമുക്ക് ഇത് വളർത്തിയെടുക്കാം. ഇതിപ്പോൾ 2ാമത്തെ ദിവസമാണിത്. വെള്ളം തളിച്ച് കൊടുക്കണം കേട്ടോ, ഡ്രൈ ആവുന്നത് അനുസരിച്ചിട്ട്. ഒരു 4 ദിവസമായപ്പോൾ മൈക്രോ ഗ്രീൻസൊക്കെ നന്നായിട്ട് വളർന്നു വന്നു. ഇനി നമുക്കിത് നാളെ എടുക്കാം. 5ാമത്തെ ദിവസം നമുക്കെടുക്കാം. ഒരു 6ാമത്തെ ദിവസമായപ്പോൾ മൈക്രോ ഗ്രീൻസൊക്കെ വലുതായി, നന്നായിട്ട് വലുതായിട്ടുണ്ട്. ഞാനിത് 3 ട്രേയിലാണ് ആക്കിയത്. ഒരു ട്രേയിൽ നല്ലതായിട്ട് ബുഷിയായിട്ട് വളർന്നിട്ടുണ്ട്, മറ്റതിൽ കുറച്ച് കുറവ്, വേറെ ഒന്നിൽ അത്ര അധികം ഇല്ല. പക്ഷേ എന്നാലും ഇങ്ങനെ പൊക്കിയെടുക്കാം. നമുക്കിതൊക്കെ നന്നായിട്ട് മുറിച്ചെടുക്കാം. മൈക്രോ ഗ്രീൻസ് വേരോടി കൂടി തന്നെ ചെറുതായിട്ട് മുറിച്ചെടുത്തു. ഉപ്പേരിക്കായിട്ട് ചെറിയ ഉള്ളി ഒരു 8 എണ്ണം എടുത്തു. പിന്നെ പച്ചമുളക് 2 എണ്ണം ചെറുതായി കട്ട് ചെയ്തു. കറിവേപ്പില കുറച്ചെടുത്തു. ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ, എണ്ണ ചൂടായിട്ട് കടുക് ഇട്ടു, ഇനി മുളക് ഇട്ടു, ഉള്ളിയും പച്ചമുളകും ചേർക്കുക, കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുക. അതിനുശേഷം നമ്മൾ മൈക്രോ ഗ്രീൻസൊക്കെ ചേർക്കുക, ഇളക്കി കൊടുക്കുക, ഉപ്പ് ചേർക്കുക. സ്ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. ഗ്രീൻസൊക്കെ റെഡിയായി. ഉപ്പേരി സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ. അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ നമ്മളുടെ മൈക്രോ ഗ്രീൻ ഉപ്പേരി റെഡി.